അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകിട്ട മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. രാവിലെ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള വളരെ രുചിയേറിയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസിൽ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി നല്ലതുപോലെ തന്നെ കുഴഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളി മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ മസാല മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും. നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി മാത്രമായിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്കിതിലെ വെള്ളം മുഴുവനായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷേ ഞാനിതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.